മമ്മൂട്ടി എന്ന മഹാനടനോടൊപ്പം ചെറിയ റോളിലെങ്കിലും അഭിനയിക്കാൻ താല്പര്യം കാണിക്കുന്ന നടികളും നടന്മാരും ഏറെയാണ്. നായികമാർ പലരും മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരമുള്ളൊരു വേദിയിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാൻ പല നടികളും തയ്യാറായില്ല. ഇതേക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ രംഗത്ത് വളരെ പ്രത്യേകതകളുണ്ട് പല കാര്യങ്ങൾക്കും. അവിടെ സൗന്ദര്യം ഒരു പ്രധാന ഘടകമാണ്. അവിടെ കറുത്തവരും വെളുത്തവരുമുണ്ട്. അവിടെ ജാതിയുണ്ട്, മതമുണ്ട്, പണമുണ്ട്, രാഷ്ട്രീയമുണ്ട്. എല്ലാം കൂടി കലർന്നതാണ് സിനിമ. ജാതിയില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും ജാതി ഉണ്ട് എന്ന് യാതൊരു സംശയവുമില്ല. കറുത്തവനും വെളുത്തവനുമുണ്ട് എന്ന് വാദിക്കുമ്പോൾ തന്നെ അതുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ കലാഭവൻ മണി തന്നെ എടുക്കുക. കലാഭവൻ മണി കറുത്തവനായതുകൊണ്ട് കലാഭവൻ മണിയോടൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ലാതെ പിന്തിരിഞ്ഞു പോയ എത്രയോ നടികളുണ്ട്. ആ നടികളൊക്കെ ഔട്ടാവുന്ന ഘട്ടത്തിൽ തിരിച്ചു വന്നുകൊണ്ട് മണിയോടൊപ്പം അഭിനയിക്കാൻ തയ്യാറാണെന്ന് പിന്നീട് പറഞ്ഞവരുമുണ്ടെന്ന് ആലോചിക്കണം. മറ്റു പല നടികളും മണിയോടൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ആ അഭിനയം ഒരു കലയാണ്, അവിടെ കറുപ്പോ വെളുപ്പോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മണിയോടൊപ്പം അഭിനയിച്ച കലാകാരികളുമുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ സമ്മിശ്ര വികാരങ്ങളോടെയാണ് സിനിമ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയോടൊപ്പം മരിക്കാൻ മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുക ഏതൊരു നടിയുടെയും മോഹമാണെന്ന് ആലോചിക്കണം. അവർ രണ്ടുപേരും 40-40 വർഷമായി മലയാള സിനിമയിൽ, അതായത് തുല്യശക്തികൾ എന്ന് പറയുന്നതാണ് നല്ലത്. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും ചില പടങ്ങൾ മോഹൻലാൽ ഹിറ്റാക്കും, മറ്റു ചില പടങ്ങൾ മമ്മൂട്ടി ഹിറ്റാക്കും. വേറെ ചില പടങ്ങൾ അത്യപൂർവമായ റോളുകളിൽ മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ വേറെ സിനിമകളിൽ അത്ഭുതകരമായ അഭിനയം കൊണ്ട് മോഹൻലാൽ. ഇങ്ങനെ ഒരു അഭിനയത്തിൻ്റെ ഒരു മത്സര ബുദ്ധിയോടെ അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഇരുവരുടെയും സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കാൻ ആഗ്രഹിക്കാത്ത എത്ര നടികളുണ്ടായിരിക്കും. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ പല നടികളെയും വിളിച്ചു, സന്തോഷത്തോടെ വന്നു. പക്ഷെ അവർ അഭിനയിക്കേണ്ട കഥാപാത്രം ഇന്നതാണ് എന്ന് പറഞ്ഞ മാത്രത്തിൽ അവരുടെ മുഖത്തെ സന്തോഷം മാറി. വേണ്ട, ഇത്തരം വേഷങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ നടൻ്റെ നായിക പദവി വേണ്ടെന്ന് വെച്ച് പോയ കുറേ നടികളുണ്ടെന്ന് ആലോചിക്കണം. അപ്പം നിങ്ങൾ എന്ത് പറ്റി? അത്രയും വൃത്തികെട്ട വേഷമാണോ? അതോ ചെറിയ റോളായിരുന്നോ? പുട്ടിന് പീര പോലെ ഉള്ള വേഷങ്ങളായിരുന്നോ എന്നൊക്കെ ചോദിച്ചേക്കാം. റോള് ചെറുതോ വലുതോ ആയാലും നിങ്ങൾക്ക് അഭിനയം കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ടോ? അതുതന്നെയാണ് വലുതെന്ന് ആലോചിക്കണം. ചിലപ്പോൾ ആദ്യകാലത്ത് നമ്മുടെ നടികളിരിക്കുക, ഷീലയായാലും ജയഭാതിയായാലും സീമയായാലും ഒക്കെ എടുത്ത് നോക്കാം. മലയാളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവരഭിനയിച്ച പല കഥാപാത്രങ്ങളും സെക്സിൻ്റെ അതിപ്രസരമല്ല, അത് കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ചില രംഗങ്ങളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വൾഗാരിറ്റിയുള്ള സീനുകളാണെന്ന് ആരും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ കാണണം. ഈ സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രീതിയിലാണെങ്കിൽ ആ രംഗം അതിൽ ഒഴിവാക്കിയാൽ ആ സിനിമ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ആ രംഗം നമുക്ക് മാറ്റാൻ പറ്റുമോ? അങ്ങനെ ഒരു സന്ദർഭമാണ് മമ്മൂട്ടിയുടെ സിനിമയിൽ വന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയാണ് പറയേണ്ടിയിരുന്നത്, ഇങ്ങനെ ഒരു റോളിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ നായികയോടൊത്ത് അഭിനയിക്കാൻ പറ്റില്ല എന്ന് മമ്മൂട്ടിയാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. കാരണം ഇത് കലയാണ്, ഇത് അഭിനയമാണ്, വ്യത്യസ്തമായൊരു മാന്ത്രിക കഥാപാത്രമാണ്, അങ്ങനത്തെയുള്ളൊരു സിനിമയാണ്. ആ സിനിമ വിജയിപ്പിക്കാൻ ഈ നടികളോട് സംസാരിച്ച ഒരു പ്രത്യേക സീൻ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, എന്താണ് ആ പ്രത്യേക സീൻ? പ്രത്യേക സീൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ സിനിമയുടെ പേരെന്താണ്? ഈ സിനിമയുടെ നിർമ്മാതാവ് ആരാണ്? ഈ സിനിമയുടെ എഴുത്തുകാരനാണ്? ഈ സിനിമയുടെ സംവിധായകൻ ആരാണ്? ഈ സിനിമയിലെ അഭിനേതാക്കൾ ആരൊക്കെയാണെന്ന് ആലോചിക്കണം. ആരും മോശക്കാരല്ല. മമ്മൂട്ടി ഉണ്ടെങ്കിൽ അവിടെ തിലകനുണ്ട്, ഗണേഷ് കുമാറുണ്ട്, മറ്റേ പാർവതിയുണ്ട്, അങ്ങനെ കുറേ നടീനടന്മാരുണ്ടെന്ന് ആലോചിക്കണം. എന്താ നിങ്ങൾ നായികയുടെ പേര് പറയാത്തതെന്ന് നിങ്ങളടുത്ത ആംസൈറ്റുണ്ടായിരിക്കും. നായികയുടെ പേര് പറയാം, കാരണം അതിനു മുമ്പ് എന്താണ് റോളെന്ന് അറിയണ്ടേ. റോളെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെന്നിസ് ജോസഫിൻ്റെ സിനിമയാണെന്ന് ആലോചിക്കണം. അഥർവം എന്നാണ് ആ പടത്തിൻ്റെ പേര്. ഈ പടത്തിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളിലൊക്കെ മുമ്പേ ഞങ്ങളൊക്കെ, കാരണം ഈരാളിയാണ് അതിൻ്റെ നിർമ്മാതാവ്.
ഈരാളിയാകുമ്പോൾ ഒരു സഹൃദയനാണ്. അവർ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് ടക് ടക് എന്നുള്ള പ്രസിദ്ധീകരണത്തിലൂടെ പേരെടുത്തൊരു പത്രാധിപരും പത്രമുതലാളിയൊക്കെയാണെന്ന് ആലോചിക്കണം. ചിരിച്ചുകൊണ്ടേ എപ്പോഴും സംസാരിക്കുള്ളൂ. അങ്ങനെയുള്ള ഈരാളി ഒരു വെറൈറ്റി സിനിമ ചെയ്യാൻ വന്നു. കാരണം അതിൻ്റെ ഡെന്നിസാണ് സംവിധാനം ചെയ്യുന്നത്. ഡെന്നിസ് ഹൗസ് സംവിധാനം ചെയ്യുമ്പോൾ കഴിയുന്നു തിരക്കഥ മറ്റൊരാളെ കൊണ്ട് എഴുതിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അത് അങ്ങനെ തന്നെ അദ്ദേഹം ഒരു പടത്തിൻ്റെ സിനിമയുടെ തിരക്കഥ ഞാനും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പടത്തിനെ ഏൽപ്പിച്ചത് ഷിബു ചക്രവർത്തിയാണ്. ഷിബു ചക്രവർത്തി പാട്ട് അതിമനോഹരമായി ഗാനങ്ങൾ എഴുതുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ ആ ഷിബുവിനെ കൊണ്ടാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിക്കാൻ തീരുമാനിച്ചത്. സാധാരണ ഞങ്ങൾ ഡെന്നീസിൻ്റെ വീടുകളിൽ ഈക്കാണ് ഡിസ്കഷൻ വരിക. അത് പനമ്പള്ളി നഗറിലെ വീട്ടിൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, നല്ല ചാപ്പാടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു സുഹൃത്ത് പറയാൻ അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കണം. അവിടെ എല്ലാവരും വരും. ഇയാളോടൊപ്പം തന്നെ ശ്രീകുമാറും ശ്രീകുമാർ അന്ന് അവിടുത്തെ വലിയൊരു കമ്പനി കൃഷിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നായിരിക്കണം. അപ്പം അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഇങ്ങനെ ഒരു മാന്ത്രിക കഥയെക്കുറിച്ച് കഥ കേട്ടപ്പോൾ ഈരാളിക്ക് സന്തോഷമായി, എല്ലാം മമ്മൂട്ടിക്ക് സന്തോഷമായി, എല്ലാവർക്കും വ്യത്യസ്തമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകം വെച്ചാൽ ഈ ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ സിനിമയുടെ വലിയ ഒരു രംഗം പൂർണ്ണ നഗ്നയായിട്ട് വേണം ഇരിക്കാൻ. പൂജ ചെയ്യുമ്പോൾ ഇരിക്കാനൊന്ന് ആലോചിക്കണം. ആ ഒരു സീനാണ് നടികൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ സീൻ ഒഴിവാക്കിയാൽ ഞങ്ങൾ അഭിനയിക്കാം, പ്രതിഫലം പോലും കുറയ്ക്കാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സീനായിരുന്നു നിലയ്ക്ക്. പിന്നെ ആരഭിനയിക്കും? പലരെയും നോക്കി അവസാനം ഈ പ്രോജക്റ്റ് വേണ്ട എന്ന് വെക്കാൻ വരെ ആലോചിച്ചപ്പോഴാണ് ഒരു പേര് വന്നത്. ആ പേര് സ്വീകരിക്കുമെന്ന് വിചാരിച്ചു. കാരണം ആദ്യം ആ പേര് വേണ്ട എന്ന് പറയുക ഒരു പക്ഷേ മമ്മൂട്ടി ആയിരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു പേരുണ്ട് എന്ന് വെച്ച് പൊതു ചർച്ച വന്നു. ആരാണ് എന്ന് വെച്ചു. അല്ല, അത് സിൽക്ക് സ്മിതയാണ്. സിൽക്ക് സ്മിത വേണ്ട, അത് ചിലരൊക്കെ പറഞ്ഞു. മമ്മൂട്ടി ഒന്നും മിണ്ടിയില്ല. മമ്മൂട്ടി ആലോചിച്ചു, ഡെന്നിസ് ആലോചിച്ചു, എല്ലാവരും ആലോചന തുടങ്ങി. ആ പ്രത്യേക റോള് ആ സിൽക്ക് സ്മിത എന്ന് വേണ്ട വായിക്കാൻ. സിൽക്ക് സ്മിത നല്ല ആർട്ടിസ്റ്റാണെന്ന് ആലോചിക്കണം. അവർക്ക് പലരും കൊടുത്ത വേഷങ്ങൾ വേറെ രീതിയിലായിപ്പോയി. പക്ഷേ ആദ്യകാലത്ത് കമലഹാസൻ തുടങ്ങിയ നടന്മാരോടൊപ്പം അവർ നൃത്തം ചെയ്യും, അഭിനയിക്കുന്ന കുറേ നല്ല കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. കാരണം തെലുങ്ക് നാട്ടിൽ നിന്നും ആദ്യകാലത്ത് പ്രശസ്ത നടി സാവിത്രിയെ മനസ്സിൽ കണ്ടുകൊണ്ട് താനിക്കും ഒരു സാവിത്രിയായി തീരണമെന്ന ആഗ്രഹത്തോടെ അഭിനയിക്കാൻ വന്ന ഒരു നടിയാണ് സിൽക്ക് സ്മിത. ഇവിടെ വന്ന് ടച്ച് പിറ്റൊക്കെ റോൾ ചെയ്യേണ്ടി വന്നെങ്കിലും വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയെങ്കിലും അവർ സൂപ്പർ നടിയായി വളർന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സിൽക്ക് സ്മിതയെ വിളിക്കാൻ വിരോധമില്ല എന്ന് മമ്മൂട്ടിയും പച്ചക്കൊടി കാണിച്ചു എന്നാലോചിക്കണം. ഞങ്ങൾ ആ സീനൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി. എല്ലാവരും ഞങ്ങൾ പുറത്താക്കി. സത്യത്തിൽ ഞങ്ങളെല്ലാവരും അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഫോട്ടോ എടുത്തിട്ട് ആദ്യം അടിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതിമനോഹരമായിട്ട് നിങ്ങൾക്ക് ആ സിനിമ എപ്പോഴും കാണുമ്പോൾ അറിയാം, ഒരു വൃത്തികേടുകളുമില്ലാതെ അതിമനോഹരമായിട്ടാണ് ആ പൂർണ്ണ നഗ്നയായിരിക്കുന്ന സീൻ ചിത്രീകരിച്ചാലേക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതിനേക്കാൾ വൾഗാരിറ്റിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പലർക്കും ഇവിടെ മടിയില്ല. നഗ്നത എന്ന് കേൾക്കുമ്പോൾ വേണ്ട എന്ന് പറയും. ഏത് വലിയ നടനായാലും എന്ന് പറഞ്ഞു പോകുന്നു. അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഞാനിപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ തന്മാത്ര എന്നുള്ള സിനിമയിൽ മോഹൻലാലിനോടൊപ്പം മീരാ വാസുദേവ്. ആ സീൻ നിങ്ങൾ പലരും കണ്ടിട്ടില്ല എന്നാലോചിക്കണം. രണ്ടുപേരും നഗ്നരായി വീട്ടുമുള്ള സീൻ ശരിക്കുണ്ട്. ആദ്യത്തെ ദിവസത്തെ സിനിമാ തിയേറ്ററിലൊക്കെ ഇതൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബ പ്രേക്ഷകർ കയറില്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ ആ സീൻ കട്ട് ചെയ്തു എന്നാലോചിക്കണം. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള സീന് രണ്ടുപേരും. അപ്പോൾ അന്ന് മീരാ വാസുദേവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മോഹൻലാൽ എന്നുള്ള വലിയ നടന് പൂർണ്ണ നഗ്നനാകാമെങ്കിൽ എന്നെപ്പോലെ ഒരു തുടക്കക്കാരിയായ നടിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? ആ ചോദ്യമുണ്ടല്ലോ, അതൊരു കലാകാരിയുടെ ചോദ്യമാണെന്ന് ആലോചിക്കണം. ഇങ്ങനെയും കുറച്ച് കലാകാരികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും.